അയ്യോ ചേട്ടാ അയ്യോ 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 ചേട്ടാ ചേട്ടാ ആക്സിലേറ്റർ കൊടുക്ക് ആക്സിലേറ്റർ ആ റൈറ്റ് സൈഡ് റൈറ്റ് ആ ചേട്ടാ ഇങ്ങോട്ട് മാറ് പതുക്കെ പതുക്കെ നോക്കി എന്റെ ശ്രീ മഹേശ്വര, ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ബാക്കി എല്ലാവരുടെയും ജീവൻ എന്റെ കയ്യില. നീ ഞങ്ങളെ കൈവിടല്ലേ. സൂക്ഷിച്ച്. ഞാൻ ശ്രമിക്കുന്നുണ്ട് രേഷ്മേച്ചി, പക്ഷെ നീ പേടിക്കാതെ. ഇത് ശ്രീ മഹേശ്വരൻ എനിക്ക് ശക്തി തരും. അതല്ലേ നമ്മുടെ മാളുവിന്റെ ബസ്? അതെ. അയ്യോ, ഇതെന്താ ഇങ്ങനെ പോകുന്നേ? ആ കുട്ടികളെ കൊണ്ട് പോകുന്ന ബസ്സല്ലേ, സൂക്ഷിക്കേണ്ടതല്ലേ? അതെ. ഇനി ആ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടാവോ? അല്ല, എനിക്ക് തോന്നുന്നത് ആ ഹെൽപ്പർ ആവും ഡ്രൈവ് ചെയ്യുന്നതെന്നാ. അയാളൊരു കുഴപ്പക്കാരനാണെന്നാ എന്നെ പറഞ്ഞത്. അതെ, എത്രയും പെട്ടെന്ന് അവർക്കൊപ്പം എത്തണം മഹി, അല്ലെങ്കിൽ അത് വലിയ അപകടം ഉണ്ടാക്കും. വണ്ടി ഓടിക്കുന്നത് ഗംഗയല്ലേ? അതെ, അത് ഗംഗയാണല്ലോ. അയ്യോ, ഗംഗയ്ക്ക് അതിന് ബസ് ഓടിക്കാൻ അറിയോ? ഇല്ല, എന്തോ വലിയ പ്രശ്നമുണ്ട്. ഗംഗ വണ്ടി നിർത്ത്. നീ എന്താ അബദ്ധം കാണിക്കുന്നത്? ഗംഗയെ വണ്ടി നിർത്ത്. ഗംഗേ, അവള് കേൾക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? മഹി, കുറച്ചുകൂടെ സ്പീഡിൽ പോ. നമ്മളെ കാണുമ്പോഴേ ഗംഗ വണ്ടി നിർത്തും. ഫാസ്റ്റ് ആയിട്ട് പോ. രശ്മിച്ചി, മഹിയേട്ടൻ എവിടെ? എവിടെ എവിടെ? മഹിയേട്ടൻ. അതെ, അത് മഹിയേട്ടനാ. വേണ്ട മാളു, മഹിയേട്ടനെ വിളിക്കണ്ട. മഹിയേട്ടനും കൂടി അപകടത്തിലാവും. മഹിയേട്ടാ, മഹിയേട്ടൻ വരണ്ട. ബസ്സില് ബോംബുണ്ട്. എന്റെ മോള്. രേഷ്മേ, ഇത് കാണിക്ക രേഷ്മേ. ബോംബുണ്ട്. ഇത് കാണിക്കാം. മഹിയേട്ടാ, അവര് എന്തോ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അതെ, എന്തായിരിക്കും അത്? ബസ്സില് ബോംബുണ്ടെന്ന്. ബോംബോ? അയ്യോ, ഈശ്വര, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തെങ്കിലും ഉടനെ ചെയ്യണം. മഹി, മഹിയേട്ടാ വരണ്ട, ഞങ്ങളുടെ കൂടെ വരണ്ട. ഗംഗയെ പേടിക്കണ്ട, ഞങ്ങളുണ്ട് കൂടെ. എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടും. ധൈര്യമായിട്ടിരിക്കുക. മഹിയേട്ടാ വരണ്ട, നിങ്ങളും കൂടി അപകടത്തിലാവും. അജിത്തെ, വീട്ടിലേക്കൊന്ന് വിളിച്ച് കാര്യം പറ.
അത് വേണോ? അവരുടെ ടെൻഷൻ ആവില്ലേ? അത് ശരിയാ, പക്ഷേ പറയാതിരുന്ന് ശരിയാവില്ല. അവരുടെ പ്രാർത്ഥന കൊണ്ടെങ്കിലും എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചെങ്കിലോ? ആർക്കാ ഈ സമയം ഏത് വിധത്തിലും നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അത് ശരിയാ. അമ്മ വിചാരിച്ച എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലോ? നിങ്ങൾ എവിടെയത്? എത്ര സമയായി? നിന്നെ മഹിയും മാറി മാറി ഞങ്ങൾ വിളിച്ചോണ്ടിരിക്ക. എന്താ കോൾ എടുക്കാത്തെ? എടുക്കാൻ പറ്റിയ ഒരവസ്ഥയിലായിരുന്നില്ല. ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത്. എന്താ എന്താ കാര്യം? മാളുവിന്റെ സ്കൂൾ ബസ്സിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അവരപകടത്തിലാ. ബോംബോ? എന്താ നാത്തൂനെ, എവിടെയാ ബോംബ്? എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണം. ഞങ്ങൾ അവരുടെ അരികിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ കുട്ടികള്, അവരെ രക്ഷിക്കണം. ആന്റി ടെൻഷൻ ആവണ്ട, ഞാൻ വിളിച്ചോളാം. എന്റെ ഈശ്വര, എന്തൊരു പരീക്ഷണ ഇത്! എന്താ ദേവയാനി, എന്താ കാര്യം? എന്താ പറ്റിയത്? ആളുവിന്റെ ബസ്സില് ആരോ ബോംബ് വെച്ചെന്ന്. അവരിപ്പോ വലിയ അപകടത്തിലാ. എന്റെ ശ്രീ മഹേശ്വര, അയ്യോ അയ്യോ അയ്യോ! ഇനിയിപ്പോ എന്ത് ചെയ്യും ആന്റി? എന്റെ മാളും ഗംഗയും രേഷ്മയും മാത്രമല്ല, ഒരുപാട് കുട്ടികളും ഇല്ലേ? അതെ, എനിക്ക് പേടിയാവുന്നു. എനിക്കൊന്നും അറിയില്ല. എന്റെ മോള്, ഞാൻ കൂടി നിർബന്ധിച്ച് അവളെ പറഞ്ഞയച്ചത്. എന്റെ കുഞ്ഞുങ്ങള് ഇത്ര വലിയ അപകടത്തിലേക്കാണോ പോയത്? അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈശ്വര, എനിക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലല്ലോ. നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഏലസ് കുഴിച്ചിട്ട് എന്റെ ശക്തി നശിപ്പിക്കാതിരുന്നെങ്കിൽ എനിക്കിപ്പോ എന്റെ മോളെ രക്ഷിക്കാമായിരുന്നു, ഗംഗയെ രക്ഷിക്കാമായിരുന്നു, അതിനകത്തുള്ള പാവം കുഞ്ഞുങ്ങളെ എല്ലാം രക്ഷിക്കാമായിരുന്നു. അജിത്തെ, വേഗം പോലീസ് കൂടി വിവരം അറിയിക്കേ. അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലോ? അതെ, ഇക്കാര്യത്തിൽ അവർക്കാവും നമ്മളെ സഹായിക്കാൻ സാധിക്കുക. ഹലോ, മഹി സംസാരിക്കേ. ഹലോ സർ. പറയൂ. സർ, ഹിൽവി സ്കൂളിൽ നിന്ന് CBSE ഫെസ്റ്റിന് പോയ ബസ്സിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. നിങ്ങളാരാ സംസാരിക്കുന്നേ? ഞാൻ ആ ബസ്സിലുള്ള ഒരു കുട്ടിയുടെ ഫാദറാണ്. ബസ് ഇപ്പോ മെയിൻ റോഡിലൂടെ നിയന്ത്രണമില്ലാതെ പോയിക്കൊണ്ടിരിക്കുക. സർ, രക്ഷിക്കണം. നിങ്ങൾ പേടിക്കാതെ, നമുക്ക് വേണ്ടത് ചെയ്യാം. ഞങ്ങൾ ഈ റോഡിൽ തന്നെ ഉണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം സർ. 10-15 പേരുടെ ജീവൻ ആ വണ്ടിക്കകത്തുള്ളത്. പേടിക്കാതെ, വണ്ടി ബ്ലോക്ക് ചെയ്ത് ബോംബ് നിർവീര്യമാക്കാനുള്ള നടപടികൾ ഉടനെ ചെയ്തേക്കാം. ശരി സർ. ഹിൽവി സ്കൂളിന്റെ ബസ്സിൽ ആരും ബോംബ് വെച്ചിട്ടുണ്ട്. ബസ് റോഡിലൂടെ നിയന്ത്രണമില്ലാതെ വരിക. ഉടനെ എന്തെങ്കിലും ചെയ്യണം. ഡിവൈഡർ എടുത്ത് ബ്ലോക്ക് ചെയ്യാൻ നോക്ക്. ശരി സാർ. സന്തോഷത്തോടെ ഞാൻ എന്റെ കുഞ്ഞിനെ ആ അപകടത്തിലേക്കാണല്ലോ ഭഗവാനെ യാത്ര അയച്ചത്. അതെ, താല്പര്യമില്ലാഞ്ഞിട്ടും ഞാനും കൂടെ നിർബന്ധിച്ചിട്ടാ രേഷ്മ അവരോടൊപ്പം പോയത്. എല്ലാവരുടെയും നന്മ മാത്രമേ ഗംഗ ഓർക്കൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അപകടത്തിൽപ്പെട്ടപ്പോ ഡ്രൈവിംഗ് അറിയാഞ്ഞിട്ട് പോലും ഗംഗ വണ്ടി ഓടിക്കാൻ തയ്യാറായത്. ഒരു തെറ്റും ചെയ്യാത്ത ഇവരെന്തിനാ പരീക്ഷിക്കുന്നത്? എന്റെ മാളുവിന്റെ സ്നേഹം ഞാൻ അനുഭവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ബസ്സിൽ നിന്ന് എല്ലാവരെയും എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതിനാദ്യം ബസ് നിർത്തിക്കണം. അതെ മഹി, വേഗം അവർക്കൊപ്പം എത്താൻ ശ്രമിക്കേ. പെട്ടെന്ന്. ആളു, മോളെ, മോള് കരയാതെ, അച്ഛനുണ്ട്, ഒന്നും സംഭവിക്കില്ല. രേഷ്മേ, അജിത്തേട്ടോ, അജിത്തേട്ടോ! മഹിയേട്ടൻ വേണ്ട, മഹിയേട്ടൻ വരണ്ട, മഹിയേട്ടൻ വരണ്ട, അപകടം.
എങ്ങനെ നീ വണ്ടി നിർത്ത്. ഇല്ല മഹിയേട്ടാ, അത് അപകടമാ. ഇല്ല ഗംഗ, ആർക്കൊന്നും സംഭവിക്കില്ല. നീ ആ ബ്രേക്കിലൊന്ന് ചവിട്ട്. ഇങ്ങനെ വണ്ടി മുന്നോട്ട് പോയി എവിടെയെങ്കിലും ഇടിക്കും. വണ്ടി നിർത്ത് ഗംഗേ. ഇല്ല, വണ്ടി നിർത്തിയ ബോംബ് പൊട്ടും. എന്താ എന്താ പറഞ്ഞേ? അതെ മഹിയേട്ടാ, വണ്ടി നിർത്തിയ ബോംബ് പൊട്ടിത്തെറിക്കും. എല്ലാവരും ശ്രദ്ധിക്കുക, ഈ വാഹനത്തിൽ ബോംബ് വെച്ചിട്ടുണ്ട്. 60 കിലോമീറ്റർ സ്പീഡിൽ താഴെ ഈ വാഹനം ഓടിക്കുകയോ വാഹനം നിർത്തുകയോ ചെയ്താൽ ബോംബ് പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. ഞങ്ങൾക്കൊപ്പം വരണ്ട മഹിയേട്ടാ, നിങ്ങളും കൂടി അപകടത്തിലാവും. ഇനി എന്ത് ചെയ്യും? എങ്ങനെ അവരെ രക്ഷിക്കും? ഈശ്വര, ഇതെന്ത് പരീക്ഷണോ? ബസ് നിർത്തിയാൽ ബോംബ് പൊട്ടും. നിർത്താതെ എത്ര നേരം ഓടിക്കും? ഇങ്ങനെ വണ്ടി മുന്നോട്ട് പോയാലും അപകടമാണ്. ഭഗവാനെ, ഇനി ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ പറ്റൂ. എന്തെങ്കിലും ചെയ്യണേ ശ്രീ മഹേശ്വര. ഈ ആപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ഈശ്വര, എന്റെ ശ്രീ മഹേശ്വര, നിന്നെ വിളിക്കാത്ത ഒരു നേരം പോലും എന്റെ ഗംഗയ്ക്കില്ല. അവളുടെ നല്ലതും ചീത്തയും സുഖവും ദുഃഖവും എല്ലാം നിന്റെ കാൽക്കലല്ലേ അവള് സമർപ്പിക്കാറ്. ഇന്നെന്റെ കുഞ്ഞ് അപകടത്തില്. എന്റെ ഗംഗയും മാളും വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുക. അവർക്കൊരാപത്തും വരുത്തരുത് ശ്രീ മഹേശ്വര. എങ്ങനെയും എന്റെ കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കണം. ഒരുപാട് അമ്മമാരുടെ പ്രതീക്ഷകൾ ആ ബസ്സിലുണ്ട്. ഒരുപാട് പേരുടെ പ്രതീക്ഷയും സ്വപ്നവുമാണ് ആ ബസ്സിലുള്ള കുഞ്ഞുങ്ങള്. അവരുടെ ജീവൻ ഇപ്പൊ നിന്റെ കൈകളിലാണ് ഭഗവാനെ. അവരെ നീ തന്നെ രക്ഷിക്കണം. ഈ ഭൂമിയിലെ കപടതയും കള്ളങ്ങളും ഒന്നും അറിഞ്ഞു തുടങ്ങാത്ത ആ കുരുന്നുകളെ നീ എന്തിനാ പരീക്ഷിക്കുന്നത്? എന്റെ ഗംഗയുടെ നല്ലൊരു ജീവിതം കണ്ട് കണ്ണടയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മുത്തശ്ശിയാ ഞാൻ. അതിനു വേണ്ടിയാ ഈ കാലം അത്രയും ഞാൻ ജീവിച്ചത്. എല്ലാ പ്രതിസന്ധികളെയും ഞാൻ അതിജീവിച്ചത് അവളുടെ മുഖം അതൊന്നു മാത്രം ഓർത്തിട്ട്. ആ അവളുടെ ജീവന അപകടത്തിലായിരിക്കുന്നത്. ഞാനിത് എങ്ങനെ സഹിക്കും? ഇതിന് മാത്രം എന്ത് തെറ്റാ ഭഗവാന് ഞാൻ ഈ ജന്മം ചെയ്തത്? എന്റെ കുഞ്ഞിന്റെയും അവന്റെ ഭാര്യയുടെയും ചേതനയറ്റ ശരീരം എന്റെ കൺമുന്നില വെന്തെറിഞ്ഞത്. അത് കാണേണ്ടി വന്ന ഈ നിർഭാഗ്യവതിയായ അമ്മയ്ക്ക് പിന്നീടുള്ള പ്രതീക്ഷയായിരുന്നു ഗംഗ. അതുപോലെ തന്നെയാ പാവം മഹിയുടെയും അവസ്ഥ. ജീവിതത്തിൽ അവന് സ്വന്തം ഒന്ന് പറയാൻ ഇന്ന് മാളു മാത്രമേ ഉള്ളൂ. ആ കുഞ്ഞിന് വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിരിക്കുന്ന അച്ഛനാ മഹി. അതുപോലെ ഓരോ കുരുന്നുകൾക്ക് വേണ്ടിയും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മാതാപിതാക്കളും സ്വന്തക്കാരും ഉണ്ട്. അവരുടെ ഒന്നും പ്രാർത്ഥന നീ കാണാതെ പോകരുത് ഭഗവാനെ. എന്റെ കുഞ്ഞുങ്ങളെ ഒരു പോർല് പോലും പറ്റാതെ നീ കാത്തു രക്ഷിക്കണേ എന്റെ ഭഗവാന്.
ശ്രീ മഹേശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇങ്ങനെ ശിക്ഷിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? മാറ്, മാറി നിക്ക്, പ്ലീസ് ഒന്ന് മാറ്. ഗംഗെ, നമ്മളിനി എന്ത് ചെയ്യും? അയ്യോ ഗംഗെ, മാറി നിക്കാൻ. നിർത്ത്. ആർക്കൊന്നും പറ്റിയില്ല, ഭാഗ്യം. സർ, ആ വണ്ടിയില്ല ബോംബ്. പക്ഷെ വണ്ടി നിർത്തിയാൽ ബോംബ് പൊട്ടിത്തെറിക്കും. ഓ മൈ ഗോഡ്. പ്ലീസ് സർ, സഹായിക്കണം. മഹി, ബസ് ഒരുപാട് ദൂരം പോയി കഴിഞ്ഞു. നമുക്ക് വേഗം പോവാം. വണ്ടി എടുക്ക്. വാ സർ, എന്തെങ്കിലും ചെയ്യണം, എത്രയും വേഗം. ജീപ്പ് എടുക്ക്. അബ്ബാസിനെ ഫോളോ ചെയ്യ്. വേഗട്ടെ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. എങ്ങനെയെങ്കിലും അതിനൊരു വഴി തെളിഞ്ഞിരുന്നെങ്കിൽ. എന്റെ മാളുവിനെയും ഗംഗയെയും എനിക്ക് രക്ഷിക്കണം. ആരെങ്കിലും ആ ഏലസ് അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ എനിക്കിവിടുന്ന് പുറത്തു കടക്കാമായിരുന്നു. എന്തൊരു വിധിയാണിത്! ഞാൻ എന്ത് ചെയ്യും? അവര് ഒരുപാട് മുന്നിലായല്ലോ മഹി. നമുക്ക് മാക്സിമം നോക്കാം. എങ്ങനെയെങ്കിലും അവരുടെ ഒപ്പം എത്തണം. സെക്യൂരിറ്റി പണിക്ക് വന്ന ഞാനിപ്പോ പറമ്പി പണിയേണ്ട അവസ്ഥയാ. ഇപ്പൊ വാഴ ഇടാൻ പറഞ്ഞു. ഇനി അടുക്കള പണിയും കൂടെ ചെയ്യാൻ പറയുമോ എന്തോ. കൃത്യമായിട്ട് നല്ല ശമ്പളം തരുന്നോണ്ടാ ഞാൻ അങ്ങ് അനുസരിക്കുന്നേ. വെറുതെ എന്തിനാ പട്ടിണി കിടന്ന് മരിക്കുന്നേ? ഇതിപ്പോ എവിടെ നടാൻ? ഇവിടെ തന്നെ കൊള്ളാം. ഐശ്വര്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കാം. ഈശ്വര,
ഇത് എന്താ സംഭവം? ഏലസ് ആണല്ലോ.